മഞ്ഞ വീഡിയോയിലേക്ക് വലിയ സന്തോഷത്തിലായിരുന്നു ഞാൻ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ മിറ്റമൊക്കെ ഇങ്ങനെ ടൈലിടുമ്പോഴേ ഒരു മരമൊക്കെ വളർത്തണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള പലരും ഉണ്ട്. അതിന് ഇതുപോലെ ബോക്സ് കെട്ടി അതിനകത്ത് മരം നട്ടാൽ മതി. 2-3 മരങ്ങൾ ഞാനിങ്ങനെ നട്ടിട്ടുണ്ട്. ഈ മരത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് പരിചയമില്ലെങ്കിൽ പരിചയപ്പെടണം. എന്നാന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു മരമില്ല വീട്ടിൽ നട്ടു വളർത്താൻ. നല്ല ഫ്രൂട്ട് ട്രീയാണ്. ഇതുണ്ടോ, എൻ്റെ അത്രയും പോലും വലിപ്പം ആയില്ല. അപ്പോഴേക്കും അത് പൂവിട്ട് അതൊരു പുഷ്പിണിയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫലം ഉണ്ടായി. ഇതുണ്ടോ, ഇത് മിസ്റ്റർ അണ്ണാൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കണ്ടോ സ്വർണ്ണവർണ്ണമുള്ള ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മരത്തിൻ്റെ പേരാണ് അബിയു. ഇത് ഒരുപാട് നല്ല ഫുഡ് വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് ഇത് പഴുത്തിട്ട് നല്ലപോലെ പാകമായി കഴിഞ്ഞാൽ പറിക്കാവുള്ളൂ. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് സപ്പോട്ട ഫാമിലിയാണ്, അതുകൊണ്ട് ഇതിനൊരു പശയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറിച്ചാൽ ആ കറ ചവയ്ക്കും. കറ ചവയ്ക്കാതിരിക്കാൻ വേണ്ടി ഇതിനൊരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പറിക്കാവുള്ളൂ. ആയി കഴിഞ്ഞു. ഈ ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട് ഇവിടെ കണ്ടോ ഒരു ചെറിയ കായ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. അതിനി വളർന്നു വരണം. വളരെ കുറച്ച് സമയം കൊണ്ട് ഇത് പാകമാകുന്ന ഫ്രൂട്ടാണ്. ഒരു മാസം ആയുള്ളൂ ഈ ഫ്രൂട്ട് ഇതിങ്ങനെ കണ്ടിട്ട്, ഈ കായ കണ്ടിട്ട് 1 മാസം കൊണ്ടത് പാകമായി. ഇതെൻ്റെ ആദ്യ ഫലമാണ് ഇതിൻ്റെ ഫുഡ് വാല്യൂ പറഞ്ഞറിയിക്കാൻ പറ്റുക. ഇതിനകത്ത് വൈറ്റമിൻ എ ധാരാളമുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. ഇത് ദഹനത്തിന് ഒത്തിരി സഹായിക്കുന്നതാണ്. ഇത് തിന്നുവാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇത് ഫൈബർ ഉള്ളൊരു ഫുഡാണ്, അതുകൊണ്ട് ഇത് ഏത് രോഗികൾക്കും തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അബിയോ പ്ലാന്റ് എങ്കിലും മേടിച്ച് നിങ്ങൾ നടണം. ചിലർ പറയും 2 എണ്ണം ഉണ്ടെങ്കിൽ ഇത് കായ്ക്കുള്ളൂ. അല്ല, എനിക്ക് 2 എണ്ണം ഉണ്ട്, പക്ഷേ ഒത്തിരി ദൂരെയാണ്, അത് പൂത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ബൈസെക്ഷൽ പ്ലാന്റ് ആണ് എന്ന് തന്നെ പറയാം. കാരണം ഇതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഇതിൻ്റെ ഫ്രൂട്ടിലും ഫ്ലവറിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട് ദൈവം അനുവാദം കൊടുത്തത്. അപ്പോൾ ഈ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചവർ എന്നോട് പറഞ്ഞു ഒത്തിരി നല്ലതാണെന്ന്. ഇതിനകത്ത് 2 അല്ലെങ്കിൽ 3 സീഡ് കാണും. ഈ സീഡ് പാകിയാൽ ജെർമിനേറ്റ് ചെയ്ത് തൈ ഉണ്ടാക്കാം. പിന്നെ ബഡ് തൈ വാങ്ങിച്ചു വെച്ചാൽ എളുപ്പമെന്ന് കായ ഉണ്ടാകും. അപ്പോൾ വാങ്ങുവാണെങ്കിൽ ബഡ് തൈ ഒരു തൈക്ക് ഏതാണ്ട് ഒരു 200-നും 250-നും ഇടയിൽ വിലയുള്ളൂ. 250 രൂപ കൊടുത്താൽ നല്ല തൈ കിട്ടും. ഇത് 1.5 വർഷം പ്രായമായുള്ളൂ, അപ്പോഴേക്കും ഇത് കായ്ച്ചു. അപ്പോൾ ഇത്തരം തൈകൾ വേണം നമ്മൾ വീട്ടിൽ ചുറ്റുവട്ടത്ത് വാങ്ങിച്ചു വെക്കാനായിട്ട്. വേറെ ചില പ്ലാന്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വേറൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരാണ് മിൽക്ക് ഫ്രൂട്ട്. പക്ഷേ ഇതിനോട് ഞാൻ പിണക്കമാണ്. കാരണം എന്നും ഞാൻ ഇതിനെ വന്ന് വഴക്ക് പറയാൻ തീരുമാനിച്ചു. ചിലർ ചോദിക്കും വഴക്ക് പറയുന്നത് എന്തിനാന്ന്. ഈ പ്ലാന്റ്സിന് ജീവനുണ്ട്, അതുകൊണ്ട് അവർ വഴക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അങ്ങനെ വഴക്ക് പറഞ്ഞ് എനിക്ക് ബെയർ ആപ്പിൾ കുറേ വർഷം നിന്നിട്ട് കായ്ച്ചില്ല. ഞാൻ നിന്നെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ആഴ്ചയുണ്ട് അത് ഫ്രൂട്ടായി, അത് കായായി. അപ്പോൾ അതുപോലെ ഈ മിൽക്ക് ഫ്രൂട്ടിനെ ഞാൻ കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1 മാസം കൂടെ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കളയും. അപ്പം നിങ്ങൾ ഇതുപോലുള്ള പുതിയ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് മേടിച്ച് വയ്ക്കണം. ഇതിൽ ഏറ്റവും നല്ലത് അബിയു തന്നെയാണ്. ഞാൻ വീണ്ടും അബിയുലോട്ട് തന്നെ വരുന്നു. അപ്പോൾ എൻ്റെ അബിയു ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നാളെ തന്നെ പറിക്കാം. ഓക്കെ.